നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കളിപ്പാട്ട് ആദിപർവം തുടർച്ച. സത്യവതി പരിണയം. ചൊല്ലഴും ഗംഗാദത്തനാകിയ സുതനോടു അല്ലലുമകന്നുടൻ അരജനിരിക്കുന്നാൾ അമിത പരാക്രമമുടയ പടയോടും യമുനാ തീരത്തിങ്കൽ വനത്തിൽ നായാട്ടിനായി മത്തവാരണഹയപത്തികളോടും ചേർന്നു ചിത്തകൗതുകത്തോടും വിളയാടുന്ന നേരം എത്രയും മനോജ്ഞമായി ചിത്രമായിരിപ്പോരു കസ്തൂരി ഗന്ധത്തിൻ്റെ കാരണമന്വേഷിച്ചു. നടക്കും നേരത്തിങ്കലടുത്തു കണ്ടാനൊരു മടുത്തൂകിന മൊഴിമാർകുലരത്നം തന്നെ. ദേഹത്തിൻ ഗുണം കണ്ടും ലാവണ്യപൂരം കണ്ടും മോഹിച്ചു നരപതി കന്യകയോടു ചൊന്നാൻ, ഒരു യോജന വഴി പരന്നിടുന്നു നിന്റെ തിരുമൈ പരിമളം കസ്തൂരി ഗന്ധം പോലെ. നേരെ നീ പറയണം നാരെന്നു കേട്ട നേരം ചാരുത കലർന്നൊരു നാരിയും പുര ചെയ്തു. ഇത്തോണി കടത്തുന്ന കൈവർത്ത വീരൻ തൻ്റെ പുത്രി ഞാൻ, തോണി കടത്തിയിടുവാൻ അവൻ ചൊല്ലാൽ എപ്പോഴും ഇരിപ്പു ഞാനിപ്പുഴക്കരെ എന്നു ചെപ്പേലും മുലയാളും അപ്പോഴേ ഉര ചെയ്താൾ. മന്നവനതു കേട്ടു ദാശനെ ചെന്നു കണ്ടു കന്യക തന്നെ മമ നൽകേണമെന്നു ചൊന്നാൻ. എന്നുടെ മകൾ പെറ്റുണ്ടാകുന്ന തനയനെ മന്നവനാക്കി വാഴിച്ചിടാമെന്നൊരു സത്യം എന്നോടു ചെയ്യിൽ നൽകാമിന്നേ കന്യക തന്നെ. എന്നുടെ ഗംഗാദത്തനിങ്ങനെ ഇരിക്കുന്നാൾ അന്യനു രാജ്യമെല്ലാം എങ്ങനെ കൊടുപ്പു ഞാൻ എന്നുള്ള ചിന്തയോടെ മന്നവൻ പുരിപുക്കാൻ അന്നു തൊട്ടരജനു മാരമാൽ മുഴുക്കയാൽ. അന്നവും നറും പാലും ഒന്നുമേ വേണ്ടിയതില്ല, ഗംഗയിൽ മുഴുകിയ മംഗലചിത്തം ചെന്നു സംഘിച്ചു മുഴുകിയതു ധീവരനാരിതന്നിൽ. രോഗമെത്രയും പാരം ഭൂമീന്ദ്രനെന്നു നാനാനാഗരജനങ്ങളും പറഞ്ഞു തുടങ്ങിനാർ. അന്നതു കണ്ടു ഗംഗാദത്തനായുള്ള പുത്രൻ മന്നവൻ തന്നെ തൊഴുതീ വണ്ണം ഉണർത്തിച്ചാൻ. അച്ഛനെന്തൊരു താപം ഉള്ളിലെന്നറിയണം, നിശ്ചയം പണ്ടേ പോലെയല്ല കാണുന്നതിപ്പോൾ. അന്നേരമരജനും മകനോടുര ചെയ്തു, എന്നുടെ താപത്തിൻ്റെ കാരണം ചൊല്ലാമെങ്കിൽ ഉണ്ണി നീയൊരു മകൻ തന്നെ ഇന്നെനിക്കുള്ളൂ. നിന്നുടെ വഴിയെ മറ്റൊന്നിനെ കാണായികയാൽ എന്നുള്ളിൽ പരിതാപമേറുന്നു നാളിൽ നാളിൽ. മുന്നമേ ശാസ്ത്രങ്ങളിൽ കേട്ടു ഞാനിരിക്കുന്നു, ഏകപുത്രത്വം അപുത്രത്വമോടൊക്കുമല്ലോ, ഭാഗധേയവുമറിയാവതല്ലൊരുവർക്കും എന്നുള്ള പിതാവിൻ്റെ വാക്കുകൾ കേട്ട ശേഷം തന്നുള്ളിൽ നിരൂപിച്ചു കൽപ്പിച്ചു ഗംഗാദത്തൻ. താതൻ്റെ സൂതനോട് ചോദിച്ചു ധരിച്ചിതു താതനുണ്ടായ വിഷമങ്ങളും വിശേഷവും. സന്യാസം ചെയ്തു ദാസൻ തന്നെയും ബോധിപ്പിച്ചു കന്യക തന്നെ കൊണ്ടെന്നച്ഛനു നൽകി. പിന്നെ പുഷ്പങ്ങൾ വർഷിച്ചിതപ്പോഴു അമരരും അത്ഭുതം കണ്ടു ഭീഷ്മരെന്നൊരു പേരുമിട്ടാർ. ബ്രഹ്മജ്ഞനായ ഭീഷ്മരതു കാരണം നിത്യബ്രഹ്മചാരികളിൽ വെച്ചുത്തമോത്തമനല്ലോ. ശന്തനു സത്യവതി തന്നോടുകൂടി ചേർന്നു സന്താപമകന്നുള്ളിൽ സന്തോഷത്തോടെ വാണാൻ. സന്തതം രാജ്യം പരിപാലനം ചെയ്തു താതനം
അന്തരാനന്ദം വളർത്തിയിടിനാൻ ഗംഗാദത്തൻ. കണ്ടകകുലാന്തകനായ ശന്തനു വീരൻ കണ്ടിവാർ കുഴലിയാം കാളി തന്നോടു ചേർന്നു തണ്ടലർ ബാണോത്സവം കൊണ്ടാനന്ദിക്കും കാലം ഉണ്ടായി ചിത്രാംഗതനാകിയ തനയനും. രണ്ടാമതുണ്ടായി വന്നു വിചിത്ര വീരന്താനും. ഉണ്ടായി സന്തോഷവും ഭൂപാലാദികൾക്കെല്ലാം. ഇണ്ടലും തീർന്നു സൗഖ്യം പ്രാപിച്ചാരവരെല്ലാം. ബാലന്മാർ വളരുന്ന കാലം വന്നിടും മുമ്പേ കാലധർമ്മത്തെ പ്രാപിച്ചിടിനാനരജനും. മെയ്യൂക്കുപരുകിയ ഭീഷ്മരതുകാലം ചെയ്യിച്ചു ശേഷക്രിയ ബാലകന്മാരെ കൊണ്ടു. വെയ്യവനോടു നേരം മാമുനിമാരെ കണ്ടു ചെയ്യിച്ചാൻ അവർകളിൽ അഗ്രജനഭിഷേകം. നല്ലനാം ഭീഷ്മരാമസുര യുദ്ധത്തിനായി സ്വർലോകത്തിങ്കൽ വാഴുന്നാൾ അവസരം കണ്ടു ചൊല്ലഴും ചിത്രാംഗതനായ ഗന്ധർവൻ വന്നു. നല്ലനാം ഭീഷ്മരമരാസുര യുദ്ധത്തിനായി സ്വർലോകത്തിങ്കൽ വാഴുന്നാൾ അവസരം കണ്ടു ചൊല്ലഴും ചിത്രാംഗതനായ ഗന്ധർവൻ വന്നു ചൊല്ലിനാൻ ചിത്രാംഗതനാകിയ നൃപനോട്. പേരു നീ മാറിയിട്ടുകൊള്ളണമല്ലായിൽ പോരിന് പുറപ്പെടുകേതുമേ മടിയാതെ. അപ്പോഴേ പുറപ്പെട്ടു കെൽപ്പോട് യുദ്ധം ചെയ്താൻ അത്ഭുതം വരുമാറു മൂവാണ്ടേക്കൊരുപോലെ. ഹിരണ്യാതീരസ്ഥന്മാരായ വീരന്മാരുടെ ശരങ്ങൾ കൊണ്ടു തന്നെ മറഞ്ഞു ദിക്കുകളും. പരന്ന ഹിരണ്വതിയാകിയ നദിതീരെ നിരന്ന കുരുക്ഷേത്രത്തിങ്കൽ നിന്നുണ്ടായൊരു യുദ്ധവൈചിത്രം കണ്ടു നിന്നോരു ജനമെല്ലാം. ചിത്രമെത്രയും യുദ്ധമെന്നു കൊണ്ടാടിയിടിനാർ. വീരസ്വർഗത്തെ പ്രാപിച്ചിടിനാൻ നരവതി. വീര്യത്തിൽ സ്വർഗം പ്രാപിച്ചിടിനാൻ ഗന്ധർവനും. ഓം നമോ ഭഗവതേ വാസുദേവായ.